ഹായ് ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഹിന്നാസ് കിച്ചൺ. അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രീം പാസ്തയാണ്. അത് നമ്മൾ ചിക്കനൊന്നും യൂസ് ചെയ്യുന്നില്ല, വെജിറ്റബിൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നൊരു പാസ്തയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാസ്ത വേവാനുള്ള വെള്ളമാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി അത് തിളക്കുന്ന സമയം കൊണ്ട് ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള പാസ്ത. അപ്പോൾ ഏകദേശം വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് സാൾട്ട് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആയതിന് ശേഷം അതിലേക്ക് പാസ്ത ആഡ് ചെയ്യാം. ഇപ്പോൾ പാസ്ത നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുന്ന സമയം കൊണ്ട് 2.5 ടീസ്പൂൺ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ എടുത്ത് നമുക്ക് വൈറ്റ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബട്ടർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് 2 ടീസ്പൂൺ മൈദയാണ് യൂസ് ചെയ്യുന്നത്. മൈദ ആഡ് ചെയ്തിട്ട് ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടറും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് പാല് ചേർക്കണം. ആവശ്യത്തിൽ ക്രീം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പാല് നമ്മൾ യൂസ് ചെയ്താൽ മതി. ഇനി നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി ക്രീമിലോട്ട് നമുക്ക് ഒറിഗാനോ, ചീസ് കൂടി ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇനി നല്ലവണ്ണം എല്ലാതും കൂടി ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറച്ച് സാൾട്ടും കൂടി ചേർത്തിട്ട് ക്രീം നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പം 2 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. നമ്മൾ പാസ്ത റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലോട്ട് എടുത്ത് വെച്ച കുറച്ച് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ആഡ് ചെയ്യാം. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി നന്നായിട്ട് അതൊന്ന് വാടി വരുന്ന സമയം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ വെജിറ്റബിളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മഷ്റൂമും ക്യാരറ്റും ബ്രക്കോളിയാണ് എടുത്തിട്ടുള്ളത്. എല്ലാം അരക്കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെജിറ്റബിൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ബ്രക്കോളി ഇട്ടു, ക്യാരറ്റ്, മഷ്റൂം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള പെപ്പർ ആഡ് ചെയ്യണം. ഇനി കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്തിട്ട് പെപ്പർ കെട്ടാതെ എല്ലായിടത്തും കൂടി മിക്സാക്കി എടുക്കാം. ഇപ്പം എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്യാൻ വെച്ച പാസ്ത എടുത്തിട്ട് കുറേശ്ശായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ക്രീം ഉണ്ടല്ലോ, ആ ക്രീമും കൂടി ആഡ് ചെയ്യുക. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്രീമും എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ മിക്സ് ആക്കുക. ഇനി നല്ലവണ്ണം ക്രീമും പാസ്തയും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇനി കുറച്ച് സാൾട്ടിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സാൾട്ട് കുറച്ച് കുറഞ്ഞപ്പോൾ ഇത്തിരി സാൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. അപ്പം സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളടുത്തുണ്ടെങ്കിൽ മാത്രം കുറച്ച് മൊസറല്ല ചീസ് ഞാൻ മുകളിലിട്ടിട്ടുണ്ട്. ഇനി അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. കുറച്ച് മൊസറല്ല ചീസ് ഇട്ടിട്ട് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ക്രീമി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കിയിട്ട് പറയാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആയിരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.